നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വന്തം മക്കളുടെ സന്തോഷത്തിനും അവരുടെ സംരക്ഷണത്തിനും അവരുടെ സുരക്ഷയ്ക്കായും അവരുടെ ഭാവിക്ക് ദീപം തെളിയിക്കാൻ പ്രതീക്ഷയുടെ ദീപം കത്തിച്ചു നിൽക്കുന്നവളാണ് ഈ ലോകത്തിലുള്ള എല്ലാ അമ്മമാരും. അമ്മമാർ മക്കളെക്കുറിച്ച് പ്രാർത്ഥനയിലൂടെ ദൈവത്തെ സമീപിക്കുമ്പോൾ ഈശ്വരൻ അവരുടെ ജീവിതത്തിൽ നേരിട്ടിടപെടുന്നു. മക്കളുടെ ഉയർച്ചയും നന്മയും ആഗ്രഹിക്കാത്ത മാതാപിതാക്കൾ ഉണ്ടാകില്ല. മക്കൾ പുറത്തൊക്കെ പോയി വരാൻ ഒന്ന് താമസിച്ചാൽ അവർ തിരിച്ച് വീട്ടിലെത്തുന്നതുവരെ മാതാപിതാക്കൾക്ക് ഉള്ളിൽ ആദിയായിരിക്കും. മക്കൾ ആപത്തൊന്നും കൂടാതെ തിരിച്ചെത്തിയെങ്കിൽ മാത്രമേ ആ വിഷമത്തിനൊരു അറുതി ഉണ്ടാവുകയുള്ളൂ. മക്കൾക്ക് ആപത്തൊന്നും വരാതെ ഇരിക്കാൻ രാമായണത്തിലുള്ള കൗസല്യാദേവിയുടെ പ്രാർത്ഥന അതീവ ശ്രേഷ്ഠമാണ്. മാതൃത്വത്തിൻ്റെ പ്രതിരൂപമാണ് ശ്രീരാമചന്ദ്രൻ്റെ മാതാവായ കൗസല്യാദേവി. മാതൃപുത്ര ബന്ധത്തിൻ്റെ പവിത്രത വളരെ നല്ല രീതിയിൽ രാമായണത്തിലൂടെ എഴുത്തച്ഛൻ വർണ്ണിക്കുന്നുണ്ട്. മകനെ പിരിയുമ്പോൾ ഒരമ്മയുടെ വേദന സങ്കല്പിക്കാവുന്നതിലധികം തന്നെയാണ്. അത്രയ്ക്ക് പുത്രവാത്സല്യമുള്ള കൗസല്യാദേവി പുത്രരക്ഷയ്ക്കായി ദേവകളോട് നടത്തിയ പ്രാർത്ഥന ലക്ഷ്മണ ഉപദേശത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. സകല ദേവീദേവന്മാരുടെ അനുഗ്രഹം നമ്മുടെ മക്കളിൽ വന്നു ചേരാൻ നിത്യവും രാമായണത്തിലെ ഈ വരികൾ ജപിക്കാവുന്നതാണ്. വരികൾ ഇതാണ്: സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടദയാബ്ദേ പുരുഷോത്തമ ഹരേ മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപദേ വ്യത്രാരി മുമ്പായ ദിക്പാലകന്മാരെ ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി സർഗതിലയ കാരിണീ ചണ്ഡികെ എൻ മകൻ ആശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നീടും നേരവും തന്മതി കേട്ടുറങ്ങുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ. രാമായണത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ മുഹൂർത്തങ്ങളിലൊന്നാണ് കൗസല്യാദേവിയുടെ പുത്രസ്നേഹത്തിൽ നിന്നും ദേവതകളോടുള്ള ഒരു മാതാവിൻ്റെ ആവിഷ്കൃതമായ പ്രാർത്ഥന. മഹാരാമൻ്റെ മാതാവായ കൗസല്യാദേവി തൻ്റെ മകൻ്റെ ജീവരക്ഷയ്ക്കായി ദേവീ ദേവന്മാരോടൊപ്പം ആത്മാർത്ഥമായ പ്രാർത്ഥന നടത്തുന്നതാണിത്. ലക്ഷ്മണന്റെ ഉപദേശത്തിലൂടെ അവർ ദൈവത്തിൻ്റെ പരമാനുഗ്രഹം തേടി ഇങ്ങനെ അഭ്യർത്ഥിക്കുന്നതുമായ വരികളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾ നിത്യവും ജപിക്കുന്നതിലൂടെ സകല ദൈവങ്ങളുടെയും അനുഗ്രഹം നമ്മളുടെ മക്കളിൽ വന്നു ചേരുന്നതാണ്.